നിങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ ഒരു കോടീശ്വരനാകും. കഠിനാധ്വാനം കൊണ്ടല്ല, തിരക്കിട്ട ഓട്ടം കൊണ്ടല്ല, ലോകം പഠിപ്പിക്കുന്ന യാതൊരു കാര്യങ്ങൾ കൊണ്ടുമല്ല, മറിച്ച് സത്യം മനസ്സിലാക്കുന്നതുകൊണ്ടാണ്. ഭാവന യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നു. ഈ സത്യം ഒരു തത്വമല്ല, ഒരു വസ്തുതയാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന നിമിഷം നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ തന്നെ സങ്കല്പങ്ങൾക്കനുസരിച്ച് വികസിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന സമ്പത്തും കൊതിക്കുന്ന ജീവിതശൈലിയും സ്വപ്നം കാണുന്ന സുരക്ഷിതത്വവും പുറത്തെവിടെയുമല്ല. അവ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ആജ്ഞ കാത്തുനിൽക്കുന്നു. ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചതായി നിങ്ങൾ വിശ്വസിക്കാൻ ധൈര്യപ്പെട്ടാൽ നിങ്ങളുടെ ആന്തരിക ലോകത്തിനനുസരിച്ച് ബാഹ്യലോകം വളരുന്നത് നിങ്ങൾക്ക് കാണാം. എങ്ങനെയെന്ന് ചോദിക്കരുത്, അതാണ് വലിയ തെറ്റ്. എങ്ങനെയെന്ന് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇനിയും വിശ്വാസമില്ലെന്ന് സമ്മതിക്കുന്നതിന് തുല്യമാണ്. എങ്ങനെയെന്ന് ചോദ്യത്തിനുത്തരം ദൈവത്തിനുണ്ട്. നിങ്ങളുടെ തന്നെ ആഴത്തിലുള്ള മാനങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയും. ദശലക്ഷങ്ങളിലേക്ക് നയിക്കുന്ന വഴികളെക്കുറിച്ച് ചിന്തിക്കുകയല്ല നിങ്ങളുടെ ജോലി. അന്തിമഫലം അംഗീകരിക്കുകയാണ് നിങ്ങളുടെ ജോലി. അത് സംഭവിച്ചു കഴിഞ്ഞതായി സങ്കൽപ്പിക്കുക. നിങ്ങൾക്ക് വേണ്ടത് ഇതിനകമുണ്ടെന്ന യാഥാർത്ഥ്യം അനുഭവിക്കുക. കാരണം നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ നിഷേധിക്കുന്ന ഒരു കാര്യം നിങ്ങളെക്കുറിച്ച് സത്യമാണെന്ന് നിങ്ങൾ അംഗീകരിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്താൽ അതൊരു യാഥാർത്ഥ്യമായി മാറും. അതിനാൽ പത്രങ്ങളിലേക്കോ ബാങ്ക് അക്കൗണ്ടിലേക്കോ പുറത്തുള്ള സാഹചര്യങ്ങളിലേക്കോ നോക്കരുത്. ഇവയെല്ലാം നിങ്ങളുടെ മുൻപത്തെ സങ്കല്പങ്ങളുടെ നിഴലുകളാണ്. പഴയ നിങ്ങളെക്കുറിച്ചുള്ള പ്രതിധ്വനികളാണ്, പുതിയ നിങ്ങളുടേതല്ല. പുതിയ നിങ്ങളിപ്പോൾ ഒരു കോടീശ്വരനാണ്. ലോകം ഇപ്പോഴും വരാനുണ്ടെന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനകമുണ്ടെന്ന മട്ടിൽ നിങ്ങൾ നടക്കണം. ഭാവനയിൽ സമ്പന്നരുമായി അത്താഴം കഴിക്കണം. നിങ്ങളുടെ വലിയ വീട്ടിലൂടെ മനസ്സുകൊണ്ട് നടക്കണം. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ കണക്കുകൾ പൂർത്തിയായതായി ചോദ്യം ചെയ്യപ്പെടാത്തതായി കാണുക. ഞാൻ കവിതയല്ല പറയുന്നത്, ഞാൻ അക്ഷരാർത്ഥത്തിൽ സംസാരിക്കുകയാണ്. ഈ ലോകത്തിലെ എല്ലാം ഭാവനയുടെ പ്രകടനമാണ്. നിങ്ങൾ താമസിക്കുന്ന വീട്, നിങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ, നിങ്ങൾ കേൾക്കുന്ന ശബ്ദം എല്ലാം ഒരു ആന്തരിക പ്രവർത്തനത്തിൽ നിന്ന് വന്നതാണ്. ആരോ അത് ഭാവന ചെയ്തു, അദൃശ്യമായതിൽ വിശ്വസിക്കാൻ ധൈര്യപ്പെട്ടു. ദൃശ്യമായ ലോകം അതിനനുസരിച്ച് മാറി. അതിനാൽ എനിക്കൊരു കോടീശ്വരനാകണം എന്ന് നിങ്ങൾ പറഞ്ഞാൽ മാത്രം പോരാ. ആഗ്രഹിക്കുന്നത് ഒരു കുറവിന്റെ സമ്മതമാണ്. പകരം ഞാനൊരു കോടീശ്വരനാണ് എന്ന് നിങ്ങൾ പറയണം. നാളെയല്ല, പിന്നീടല്ല, ഇപ്പോഴാണ്. നിങ്ങളുടെ ഇന്ദ്രിയങ്ങളില്ലെന്ന് പറഞ്ഞാലും ബില്ലുകൾ കൂടിക്കിടന്നാലും യുക്തിയും സുഹൃത്തുക്കളും നിങ്ങളെ ഭ്രാന്തനെന്ന് വിളിച്ചാലും നിങ്ങൾ ഉറച്ചു നിൽക്കണം. കാരണം നിങ്ങളുടെ ഉള്ളിലെ ദൈവം നിങ്ങളുടെ അത്ഭുതകരമായ മാനുഷിക ഭാവനയാണ്. നിങ്ങളെക്കുറിച്ച് മഹത്തായ ഒന്ന് വിശ്വസിക്കാൻ നിങ്ങൾ ധൈര്യപ്പെടുമ്പോൾ സംസാരിക്കുന്നത് അവനാണ്. പ്രതികൂല സാഹചര്യങ്ങളുണ്ടായിരുന്നിട്ടും നിങ്ങൾ ഉറച്ചുനിൽക്കാൻ ധൈര്യപ്പെടുമ്പോൾ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നത് അവനാണ്. കൃത്യം ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ ഉറച്ചുനിന്നാൽ നിങ്ങളുടെ സങ്കല്പങ്ങളുടെ ഫലങ്ങൾ നിങ്ങൾ കാണും. ഒരു മനുഷ്യന്റെ കഥ പരിഗണിക്കാം. അവന്റെ കയ്യിൽ അവസാനത്തെ ഡോളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവന് പ്രത്യാശയോ ജോലിയോ മറ്റ് സാധ്യതകളോ ഇല്ലായിരുന്നു. പക്ഷേ അവൻ ഈ സത്യങ്ങൾ കേട്ടു. താൻ ഇതിനകം സമ്പന്നനാണെന്ന മട്ടിൽ ജീവിക്കാൻ തുടങ്ങി. അവൻ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ചെക്കുകൾ എഴുതുന്നതും കുടുംബത്തിന് ഉദാരമായി സമ്മാനങ്ങൾ നൽകുന്നതും സമ്പത്തിൽ ഉണരുന്നതും ഭാവന ചെയ്തു. അവനത് വളരെ പതിവായി, അത്രയധികം വിശ്വാസത്തോടെ ചെയ്തു. പണത്തിന്റെ ഭാരം തന്റെ കൈകളിൽ അനുഭവിക്കാൻ അവന് കഴിഞ്ഞു. എന്നിട്ട് ഒരു ദിവസം രാവിലെ അവനൊരു ഫോൺ കോൾ വന്നു. വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു നിക്ഷേപം കാലാവധി പൂർത്തിയായി. ഇപ്പോൾ അവൻ ദശലക്ഷക്കണക്കിന് രൂപയുടെ ഉടമയായിരുന്നു. അത് യാഥാർത്ഥ്യമാക്കാൻ പുറംലോകത്ത് അവൻ ഒന്നും ചെയ്തില്ല. അവൻ തന്റെ ഭാവനയിൽ അത് യാഥാർത്ഥ്യമാണെന്ന് അംഗീകരിച്ചു, അത്രമാത്രം. നിയമത്തിന് നിങ്ങളുടെ സങ്കല്പം ശരിയാണോ തെറ്റാണോ എന്ന് ഒരു പ്രശ്നമല്ല. അത് അതിൽ പതിയുന്നതിനെ മാത്രം പ്രതിഫലിക്കുന്നു. നിങ്ങളാണ് പ്രവർത്തകശക്തി. എന്താണ് വിശ്വസിക്കേണ്ടത് എന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നു. നിങ്ങൾ ഇതിനകം സമ്പന്നനാണെന്നും പണം ഇതിനകം നിങ്ങളുടേതാണെന്നും എല്ലാ ആവശ്യങ്ങളും നിറവേറ്റപ്പെട്ടുവെന്നും നിങ്ങൾ വിശ്വസിച്ചാൽ ആ ആന്തരിക വിശ്വാസം പ്രതിഫലിക്കാൻ യാഥാർത്ഥ്യം സ്വയം പുനഃസംഘടിപ്പിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതങ്ങനെ ചെയ്യണം. കാരണം ലോകം ഒരു കണ്ണാടിയാണ്. അത് നിങ്ങൾ എന്താണോ അതാണ് പ്രതിഫലിക്കുന്നത്, അല്ലാതെ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നതല്ല. അതിനാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളായി മാറുക. ആ കാര്യം നിങ്ങളുടെ അടുത്തേക്ക് ഓടിവരും. ഇതൊരു പോസിറ്റീവ് ചിന്തയല്ല. ഇത് നിങ്ങൾക്ക് നല്ല അനുഭവം നൽകുന്നതിനെക്കുറിച്ചല്ല. ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലവുമായി പൊരുത്തപ്പെടുന്ന ഒരു ബോധാവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് ആ അവസ്ഥയിൽ പ്രവേശിക്കാനും നിലനിൽക്കാനും കഴിയുമെങ്കിൽ അതുമായി പൊരുത്തപ്പെടുന്ന സാഹചര്യങ്ങളും ആളുകളും അവസരങ്ങളും സംഭവങ്ങളും നിങ്ങൾ വെളിപ്പെടുത്തും. അതിനാൽ നമുക്കിപ്പോൾ ആ കോടീശ്വരന്റെ അവസ്ഥയിലേക്ക് പ്രവേശിക്കാം. നിങ്ങൾ എങ്ങനെ നടക്കും? നിങ്ങൾ എങ്ങനെ സംസാരിക്കും? നിങ്ങൾ എങ്ങനെ ചിന്തിക്കും? നിങ്ങളിനി ബില്ലുകളെക്കുറിച്ച് വിഷമിക്കില്ല. നിങ്ങളിനി ഉദാരതയിൽ നിന്ന് ഒഴിഞ്ഞുമാറില്ല. നിങ്ങൾക്കൊരു ശാന്തമായ ആത്മവിശ്വാസം, ഒരു ദൈവിക സംതൃപ്തി, ഒരു സ്ഥിരമായ അറിവ് എന്നിവ അനുഭവപ്പെടും. ആ വികാരമാണ് രഹസ്യം. എല്ലാ മാറ്റങ്ങളും സങ്കല്പത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ആഗ്രഹം സഫലമായതിന്റെ വികാരം സങ്കല്പിക്കുന്നതാണ് സൃഷ്ടിപരമായ പ്രവൃത്തി. അത് നിശബ്ദതയിൽ നിങ്ങളുടെ ഉള്ളിലെ നിശ്ചലതയിൽ ചെയ്യപ്പെടുന്നു. നിങ്ങളുടെ കിടക്കയിൽ കിടക്കുമ്പോഴോ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ വരിയിൽ കാത്തുനിൽക്കുമ്പോഴോ നിങ്ങൾക്കിത് ചെയ്യാം. നിങ്ങളിത് ആത്മാർത്ഥതയോടെയും തീവ്രതയോടെയും ആവർത്തനത്തോടെയും ചെയ്താൽ ലോകം അതിനനുസരിച്ച് മാറും. നിങ്ങളിത് പരസ്യം ചെയ്യേണ്ടതില്ല. നിങ്ങൾ ആരെയും ബോധ്യപ്പെടുത്തേണ്ടതില്ല. നിങ്ങൾ സ്വയം ബോധ്യപ്പെടുത്തിയാൽ മതി. കാരണം ഈ സമവാക്യത്തിൽ പ്രധാനപ്പെട്ട ഒരേയൊരു ദൈവം നിങ്ങളുടെ ഉള്ളിലുള്ളവനാണ്. അവൻ വിദൂരത്തല്ല. അവൻ ഏതെങ്കിലും ആകാശത്തിലല്ല.
അവൻ നിങ്ങളുടെ ഭാവനയിലാണ്, ഉണർത്തപ്പെടാൻ കാത്തിരിക്കുന്നു. ഒരു വർഷത്തിനുള്ളിൽ ഒരു കോടീശ്വരനാകാൻ നിങ്ങൾ അന്തിമഫലത്തിൽ നിന്ന് ചിന്തിക്കണം. പണത്തെക്കുറിച്ച് ചിന്തിക്കരുത്, പണത്തിൽ നിന്ന് ചിന്തിക്കുക. ധനികനാകുന്നത് ഭാവന ചെയ്യരുത്, ഇതിനകം ധനികനാണെന്ന് ഭാവന ചെയ്യുക. ആളുകൾ നിങ്ങളുമായി നടത്തുന്ന സംഭാഷണങ്ങൾ കേൾക്കുക, നിങ്ങൾ എഴുതുന്ന കത്തുകൾ കാണുക. നിങ്ങൾക്ക് ആവശ്യത്തിലധികം ഉള്ളതിന്റെ സന്തോഷം അനുഭവിക്കുക. നിങ്ങളുടെ എല്ലാ ഇന്ദ്രിയങ്ങളും ഉപയോഗിക്കുക. നിങ്ങളുടെ ഭാവന വ്യക്തവും വിശദവും ജീവനുള്ളതുമായിരിക്കട്ടെ. കാരണം യഥാർത്ഥമായി തോന്നുമ്പോൾ ഭാവനയാണ് പ്രകടനത്തിലേക്കുള്ള വഴി. യാഥാർത്ഥ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ ഭാവന ചെയ്യുന്നില്ല, അത് രൂപപ്പെടുത്താൻ വേണ്ടിയാണ് നിങ്ങൾ ഭാവന ചെയ്യുന്നത്. ഓരോ ദിവസവും രാവിലെ നിങ്ങൾ ഉണരുമ്പോൾ കണ്ണുകൾ അടച്ച് അത് ഇതിനകം പൂർത്തിയായെന്ന് അനുഭവിക്കുക. ഓരോ രാത്രിയും ഉറങ്ങാൻ പോകുന്നതിനു മുൻപ് നിങ്ങളൊരു കോടീശ്വരനായി ജീവിച്ചതുപോലെ ആ ദിവസം പുനരവലോകനം ചെയ്യുക. നിങ്ങൾ അങ്ങനെ പ്രവർത്തിച്ചോ? നിങ്ങൾക്കങ്ങനെ തോന്നിയോ? നിങ്ങൾ അങ്ങനെ നടന്നോ? ഇല്ലെങ്കിൽ അത് തിരുത്തുക. ഭാവനയിൽ ആ ദിവസം മാറ്റിയെഴുതുക. അത് നിങ്ങളുടെ ആഗ്രഹവുമായി പൊരുത്തപ്പെടട്ടെ. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ വിത്ത് നടുന്നു. വസന്തം ശൈത്യകാലത്തെ പിന്തുടരുന്നതുപോലെ വിളവെടുപ്പ് വിതയെ പിന്തുടരുന്നു. പണം വരേണ്ടതുണ്ട്, അത് വരും. നിങ്ങൾ സൂക്ഷ്മമായ മാറ്റങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. ആദ്യം ആളുകൾ നിങ്ങളോട് വ്യത്യസ്തമായി പെരുമാറും. ആശയങ്ങൾ മിന്നിമറയും. അവസരങ്ങൾ വാതിൽക്കൽ മുട്ടും. നിങ്ങൾക്ക് ഇളക്കാൻ കഴിയാത്ത ഒരു ആന്തരിക ഉറപ്പ് അനുഭവപ്പെടും. നിങ്ങൾ ഇപ്പോഴും ഡോളറുകൾ കാണുന്നില്ലെങ്കിലും അവ അടുത്താണെന്ന് നിങ്ങൾക്കറിയാം. മഴയ്ക്ക് മുൻപ് മേഘങ്ങൾ കൂടിക്കൂടുന്നതുപോലെ അവ രൂപപ്പെടുന്നതായി നിങ്ങൾക്ക് തോന്നും. ഈ സൂചനകളെ തള്ളിക്കളയരുത്. അവ യാദൃച്ഛികമല്ല, നിങ്ങളുടെ സങ്കല്പം വേരുറക്കുന്നു എന്നതിന്റെ തെളിവാണവ. വിശ്വാസം കൊണ്ട് അതിന് വെള്ളം നൽകുക. സംശയം കൊണ്ട് അത് കുഴിച്ചെടുക്കരുത്. പ്രക്രിയയിൽ വിശ്വസിക്കുക. നിങ്ങൾ പതറുകയാണെങ്കിൽ, ഭയം ഉയർന്നുവരികയാണെങ്കിൽ ഉടൻ തന്നെ ആ അവസ്ഥയിലേക്ക് മടങ്ങുക. കണ്ണുകൾ അടച്ച് വീണ്ടും പ്രവേശിക്കുക. പണം കാണുക. സന്തോഷം അനുഭവിക്കുക. നന്ദി പറയുന്ന വാക്കുകൾ കേൾക്കുക. ആവശ്യമുള്ളത്ര തവണ ഇത് ചെയ്യുക. കാരണം ആവർത്തനം ഉപബോധമനസ്സിൽ പതിക്കുന്നു. ഉപബോധമനസ്സ് അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ബാഹ്യലോകം അതിനെ പിന്തുടരണം. നിങ്ങൾ യാഥാർത്ഥ്യത്തെ നിർബന്ധിച്ച് മാറ്റാൻ ശ്രമിക്കുന്നില്ല. നിങ്ങളുടെ ഉള്ളിൽ ഇതിനകം നിങ്ങൾ അംഗീകരിച്ച ഒന്നായി അതിനെ മാറാൻ നിങ്ങൾ അനുവദിക്കുകയാണ്. ഒരു സ്ത്രീ എന്നോടൊരിക്കൽ പറഞ്ഞു, അവൾ ഈ പ്രക്രിയ പിന്തുടർന്നു. സാധാരണ ചെയ്യാത്ത ഒരു ലോട്ടറി ടിക്കറ്റ് വാങ്ങാൻ അവൾക്ക് പ്രേരണ ലഭിച്ചു. അവൾ യുക്തിപരമായി നമ്പറുകൾ തിരഞ്ഞെടുത്തില്ല. അവൾക്ക് പ്രചോദനം ലഭിച്ചു. ടിക്കറ്റ് ചുരണ്ടിയപ്പോൾ അവൾക്ക് ലക്ഷക്കണക്കിന് രൂപ ലഭിച്ചു. അവൾ അത്ഭുതപ്പെട്ടില്ല. അവൾക്ക് അത് ഇതിനകം ഉള്ളിൽ ലഭിച്ചിരുന്നു. ടിക്കറ്റ് വെറുമൊരു പാലം മാത്രമായിരുന്നു. അതൊരിക്കൽ ചെയ്യാൻ കഴിഞ്ഞാൽ വീണ്ടും ചെയ്യാൻ കഴിയുമെന്ന് അവൾക്കറിയാമായിരുന്നു. പ്രധാന കാര്യം വികാരമാണ്. വികാരമില്ലാതെ ഭാവനവന്ധ്യമാണ്. പക്ഷെ വികാരത്തോടെ അത് ദൈവികമാണ്. അതിനാൽ യന്ത്രം പോലെ ഭാവന ചെയ്യരുത്. ശൂന്യമായ സ്ഥിരീകരണങ്ങൾ ആവർത്തിക്കരുത്. ആ രംഗത്തേക്ക് നിങ്ങളുടെ വഴി വികാരം കൊണ്ട് കണ്ടെത്തുക. അതിൽ ജീവിക്കുക. അത് ആസ്വദിക്കുക. അത് നിങ്ങളുടെ അസ്തിത്വത്തിൽ അലിഞ്ഞു ചേരാൻ അനുവദിക്കുക. നിങ്ങളുടെ കണ്ണുകൾ കാണുന്നതിനേക്കാൾ യഥാർത്ഥമായി അത് മാറട്ടെ. കാരണം നിങ്ങളുടെ കണ്ണുകൾ കാണുന്നത് താൽക്കാലികമാണ്. പക്ഷേ നിങ്ങൾ വികാരത്തോടെ ഭാവന ചെയ്യുന്നത് ശാശ്വതവും സൃഷ്ടിപരവുമാണ്. ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ അന്തിമഫലത്തിൽ ജീവിക്കാൻ തയ്യാറാണെങ്കിൽ സമ്പത്തിന്റെ യാഥാർത്ഥ്യം സങ്കൽപ്പിച്ച് വിശ്വസ്തനായി തുടർന്നാൽ ദശലക്ഷങ്ങൾ വരും. ഒരു പെട്ടെന്നുള്ള അവസരത്തിലൂടെയാകാം, ഒരു സമ്മാനത്തിലൂടെയാകാം, ഒരു മറന്ന നിക്ഷേപത്തിലൂടെയാകാം, ഒരു പുതിയ ബിസിനസ്സിലൂടെയാകാം, അല്ലെങ്കിൽ യുക്തിക്കപ്പുറമുള്ള ഒരു അത്ഭുതത്തിലൂടെയാകാം. അത് പ്രശ്നമല്ല. രീതി നിങ്ങളുടെ ആശങ്കയല്ല, നിങ്ങളുടെ ശക്തി സങ്കല്പമാണ്. അതിൽ ഉറച്ചു നിൽക്കുക. ലോകം എന്തു പറഞ്ഞാലും മാറാൻ വിസമ്മതിക്കുക. നിങ്ങൾക്ക് സത്യമറിയാം. ഭാവന യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നു. അതിനാൽ ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ വിശ്വസിക്കാൻ ധൈര്യപ്പെടുമോ? സംശയം, ഭയം, കുറവ് എന്നിവയുള്ള പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് സമ്പത്ത്, സമാധാനം, ശക്തി എന്നിവയുള്ള പുതിയ മനുഷ്യനെ സ്വീകരിക്കുമോ? ലോകം ചിരിക്കുമ്പോഴും നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ ഇല്ലെന്ന് പറയുമ്പോഴും നിങ്ങൾ ഉറച്ചു നിൽക്കുമോ? അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ബാഹ്യജീവിതം നിങ്ങളുടെ ആന്തരിക വിശ്വാസത്തെ പ്രതിഫലിക്കും. നിങ്ങൾ പണത്തിനായി കാത്തിരിക്കുകയല്ല, പണം നിങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. അതിന്റെ ഫ്രീക്വൻസിയുമായി പൊരുത്തപ്പെടാൻ നിങ്ങളുടെ ബോധത്തിനായി അത് കാത്തിരിക്കുന്നു. നിങ്ങളുടെ സ്വയം സങ്കല്പം ഉയരാൻ അത് കാത്തിരിക്കുന്നു. നിങ്ങളുടെ സങ്കല്പം സ്ഥിരമാകാൻ അത് കാത്തിരിക്കുന്നു. അതിനാൽ ഇപ്പോൾ അതുള്ള വ്യക്തിയായി മാറുക. അവർ ചിന്തിക്കുന്നതുപോലെ ചിന്തിക്കുക. അവർക്ക് തോന്നുന്നതുപോലെ തോന്നുക. അവർ ജീവിക്കുന്നതുപോലെ ജീവിക്കുക. ഇത് ധൈര്യത്തോടെ ചെയ്യുക, വിശ്വസ്തയോടെ ചെയ്യുക, സന്തോഷത്തോടെ ചെയ്യുക. നിയമം ഒരു വ്യക്തിയോടും പക്ഷപാതം കാണിക്കുന്നില്ല. അത് സദ്ഗുണങ്ങളോടല്ല, കാഴ്ചപ്പാടുകളോടാണ് പ്രതികരിക്കുന്നത്. കഠിനാധ്വാനത്തോടല്ല, സങ്കല്പത്തോടാണ് പ്രതികരിക്കുന്നത്. അതിനാൽ ലോകം കഷ്ടപ്പെടാനും പാടുപെടാനും ശ്രമിക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ ആന്തരിക മുറിയിൽ പ്രവേശിച്ച് അനന്തമായവനുമായി സംവദിക്കുക. ധൈര്യത്തോടെ ഭാവന ചെയ്യുക. സമൃദ്ധമായി സങ്കൽപ്പിക്കുക. അദൃശ്യമായത് ദൃശ്യമാകുന്നതുവരെ ഉറച്ചു നിൽക്കുക. കാരണം അത് അങ്ങനെ സംഭവിക്കണം. അത് സംഭവിക്കണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ ഇതിനകമാണ്. നിങ്ങൾ അത് ഇനിയും അംഗീകരിച്ചിട്ടില്ലെന്ന് മാത്രം. ഇപ്പോൾ അത് അംഗീകരിക്കുക. നിങ്ങൾ ധനികനാണെന്ന് അംഗീകരിക്കുക. നിങ്ങൾ ശക്തനാണെന്ന് അംഗീകരിക്കുക. നിങ്ങളാണ് പ്രവർത്തനശക്തിയെന്ന് അംഗീകരിക്കുക. എന്നിട്ട് ആ സങ്കല്പത്തിൽ നടക്കുക.
കാരണം ഉള്ളവന് കൂടുതൽ നൽകപ്പെടും. ധൈര്യമുള്ളവന്റെ മുൻപിൽ ലോകം തലകുനിക്കും. ഈ വർഷം നിങ്ങളുടെ പ്രകടനമാകട്ടെ. ഈ വർഷം നിങ്ങളുടെ തെളിവാകട്ടെ. എല്ലാ ദിവസവും രാവിലെയും എല്ലാ ദിവസവും രാത്രിയും ആ അവസ്ഥയിലേക്ക് മടങ്ങുക. അന്തിമഫലത്തിൽ ജീവിക്കുക. ആ ദിവസം തിരുത്തിയെഴുതുക. നിങ്ങളുടെ മനസ്സിനെ സമ്പത്തിന്റെ ചിത്രങ്ങൾ, സന്തോഷത്തിന്റെ ശബ്ദങ്ങൾ, ആഡംബരത്തിന്റെ വികാരങ്ങൾ എന്നിവയാൽ നിറയ്ക്കുക. എന്നിട്ടത് വിടുക. സമാധാനത്തോടെ നടക്കുക. അത് ഇതിനകം അങ്ങനെയാണെന്ന മട്ടിൽ പ്രവർത്തിക്കുക. ഉടൻ തന്നെ അതങ്ങനെയാകും. നിങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ ഒരു കോടീശ്വരനാകും. ഭാഗ്യം കൊണ്ടല്ല, കഠിനാധ്വാനം കൊണ്ടല്ല, മറിച്ച് നിങ്ങൾ വിശ്വസിക്കാൻ ധൈര്യപ്പെട്ടതുകൊണ്ടാണ്. നിങ്ങൾ ഭാവന ചെയ്യാനും ഉറച്ചു നിൽക്കാനും ധൈര്യപ്പെട്ടു. അന്തിമഫലത്തിൽ ജീവിക്കാൻ നിങ്ങൾ ധൈര്യപ്പെട്ടു. അതുകൊണ്ടാണ് ഈ ദൃഢമായ ലോകം നിങ്ങളുടെ ആന്തരിക ലോകവുമായി പൊരുത്തപ്പെടാൻ ഒരുങ്ങിമാറുകയും സ്വയം പുനരൂപീകരിക്കുകയും ചെയ്യുന്നത്. അത് എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. അത് എപ്പോഴും അങ്ങനെയാണ് ചെയ്തത്. ഇപ്പോൾ അത് കാണേണ്ടത് നിങ്ങളുടെ ഊഴമാണ്. നിങ്ങൾ ഇപ്പോൾ ഇത് നിർത്തില്ല. ആന്തരിക പ്രവർത്തനം മാത്രമാണ് യഥാർത്ഥ പ്രവർത്തനം. സമ്പന്നൻ എന്ന സങ്കല്പത്തിൽ നിങ്ങൾ ചിലവഴിക്കുന്ന ഓരോ നിമിഷവും സൃഷ്ടിപരമായ ശക്തി കൊണ്ട് നിറച്ച ഒരു നിമിഷമാണ്. ഈ അവസ്ഥ ദിവസത്തിൽ ഉടനീളം നിങ്ങൾ ആവർത്തിക്കുമ്പോൾ ഉള്ളിൽ ഒരു മാറ്റം സംഭവിക്കുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. ഒരിക്കൽ ഒരു ഭാവനയായി തോന്നിയിരുന്നത് സ്വാഭാവികമായി തോന്നാൻ തുടങ്ങും. അത് സ്വാഭാവികമായി തോന്നുമ്പോൾ അത് പൂർത്തിയായി. കാരണം നിങ്ങളുടെ ആന്തരിക ഘടനയുടെ ഭാഗമാകാതെ ഒന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നില്ല. നിങ്ങൾ ആദ്യം അംഗീകരിക്കാത്തത് നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയില്ല. അതിനാൽ നിങ്ങൾ സ്വയം വ്യത്യസ്തമായി കാണാൻ തുടങ്ങണം. നിങ്ങൾ ഇതിനകം സമൃദ്ധിയുള്ള ഒരാളായി സംസാരിക്കുക. എനിക്കതുണ്ടാകും എന്ന് പറയരുത്. എനിക്കതിപ്പോൾ ഉണ്ട് എന്ന് പറയുക. അത് വരാനിരിക്കുന്നു എന്ന് ചിന്തിക്കരുത്. അത് എത്തിക്കഴിഞ്ഞു എന്ന് ചിന്തിക്കുക. ഈ ആന്തരിക മാറ്റം ലോകം ഉപയോഗിക്കുന്ന അർത്ഥത്തിൽ ഒരു ഭാവനയല്ല. അത് മാത്രമാണ് യഥാർത്ഥ പ്രവൃത്തി. ബാഹ്യലോകം അത് വളരെ ദൃഢമായി തോന്നുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആന്തരിക സംസാരത്തിന്റെയും വികാരത്തിന്റെയും ഘനീഭവിച്ച രൂപം മാത്രമാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുന്നത് ശ്രദ്ധിക്കുക. നിങ്ങൾ ചോദ്യം ചെയ്യാതെ അംഗീകരിക്കുന്നത് ശ്രദ്ധിക്കുക. ഒരു വർഷത്തിനുള്ളിൽ കോടീശ്വരനാകുന്നത് അസാധ്യമാണെന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് അസാധ്യമാണ്. എന്നാൽ ഇത് എളുപ്പമാണ്, ഇത് സ്വാഭാവികമാണ്, ഇത് ഇതിനകം പൂർത്തിയായി എന്ന് നിങ്ങൾ പറയാൻ തുടങ്ങിയാൽ പ്രപഞ്ചം ആ വിശ്വാസത്തെ പ്രതിധ്വനിക്കും. ഈ ലോകത്ത് യാദൃശ്ചികതകളില്ല, അവസ്ഥകളുടെ പ്രകടനം മാത്രമേയുള്ളൂ. നിങ്ങളുടെ ഇപ്പോഴത്തെ യാഥാർത്ഥ്യം, അത് ധനികനായാലും ദരിദ്രനായാലും നിങ്ങളുടെ മുൻകാല സങ്കല്പങ്ങളുടെ നിഴൽ മാത്രമാണ്. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ സങ്കല്പം മാറ്റുന്ന നിമിഷം ആ നിഴൽ മാറണം. അതിനെ എതിർക്കാൻ കഴിയില്ല. അതിന് സ്വന്തമായി ശക്തിയില്ല. അത് വെറും പ്രതിഫലിക്കുന്നു. അതിനാൽ നിങ്ങളുടെ സമ്പത്തിന്റെ തെളിവ് നിങ്ങൾ കാണുന്നില്ലെങ്കിൽ പരിഭ്രമിക്കരുത്. പഴയ മനുഷ്യനിലേക്ക് മടങ്ങരുത്. പകരം പുഞ്ചിരിച്ചു പറയുക, അത് വരുന്നുണ്ട്, അത് ഇതിനകം എന്റേതാണ്. നിഴൽ ഇപ്പോഴും പിന്നിലായതേയുള്ളൂ. സമയത്തെക്കുറിച്ചോ പ്രക്രിയയെക്കുറിച്ചോ വിശദാംശങ്ങളെക്കുറിച്ചോ വിഷമിക്കുകയല്ല നിങ്ങളുടെ ജോലി. നിങ്ങൾക്ക് ഇതിനകമുള്ള അവസ്ഥയിൽ ജീവിക്കുകയാണ് നിങ്ങളുടെ ജോലി. ഇത് വികാരത്തോടെ ചെയ്യണം. ഒരു കോടീശ്വരന്റെ വികാരം എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ കൃത്യമായി അറിയില്ലായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് തുടങ്ങാൻ കഴിയും. രംഗങ്ങൾ, സംഭാഷണങ്ങൾ, ചെറിയ വിശദാംശങ്ങൾ എന്നിവ നിർമ്മിക്കാൻ നിങ്ങളുടെ ഭാവന ഉപയോഗിക്കുക. എല്ലാ ബില്ലുകളും രണ്ടാമതൊന്നാലോചിക്കാതെ അടയ്ക്കുന്നതെങ്ങനെ തോന്നും? നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വില കൂടിയ എന്തെങ്കിലും വാങ്ങി നൽകുന്നത് എങ്ങനെ തോന്നും? പണത്തെക്കുറിച്ച് ഒരിക്കലും വിഷമിക്കേണ്ടതില്ല എന്ന അറിവോടെ ഉണരുന്നതെങ്ങനെ തോന്നും? ഈ രംഗങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഒരു പുണ്യ സിനിമ പോലെ കളിക്കാൻ അനുവദിക്കുക. അവ വീണ്ടും വീണ്ടും കാണുക. വെറുതെ കാണരുത്. അവ അനുഭവിക്കുക. അവ നിങ്ങളെ പ്രചോദിപ്പിക്കാൻ അനുവദിക്കുക. അവ നിങ്ങളിൽ പതിയാൻ അനുവദിക്കുക. നിങ്ങളുടെ ഇപ്പോഴത്തെ ബാങ്ക് അക്കൗണ്ടിനേക്കാൾ യഥാർത്ഥമായി അവ നിങ്ങൾക്ക് തോന്നട്ടെ. കാരണം സത്യം ഇതാണ്: നിങ്ങളുടെ ഇപ്പോഴത്തെ ബാങ്ക് അക്കൗണ്ട് യാഥാർത്ഥ്യമാണ്. കാരണം നിങ്ങൾ അതിന് തുടർന്നും ശ്രദ്ധ നൽകി. നിങ്ങളുടെ ശ്രദ്ധ മാറ്റുക, നിങ്ങളുടെ ലോകം മാറും. നിങ്ങൾ അന്തിമഫലത്തിൽ നിന്ന് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ബാഹ്യലോകം അപ്രസക്തമാകുന്നു. നിങ്ങൾ ആരാണെന്ന് പറയാൻ നിങ്ങൾ ഇനി സാഹചര്യങ്ങളിലേക്ക് നോക്കില്ല. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കും. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കെന്തായി തോന്നുന്നുവോ അത് ഉടൻ തന്നെ ലോകം പ്രതിഫലിക്കും. യാദൃശ്ചികമല്ലാത്ത യാദൃശ്ചികതകൾ നിങ്ങൾ ശ്രദ്ധിക്കും. ഒരാൾ ഒരു ഓഫറുമായി പ്രത്യക്ഷപ്പെടും. ഒരു പഴയ സുഹൃത്ത് വിളിക്കും. ഒരു പുതിയ ആശയം നിങ്ങളുടെ മനസ്സിൽ മിന്നിമറയും. എന്നാൽ ഇവയൊന്നും ഉറവിടമല്ല. അവ ഫലങ്ങളാണ്. ഉറവിടം നിങ്ങളുടെ സങ്കല്പമാണ്. നിങ്ങൾ സാമ്പത്തികശാസ്ത്രത്തിന്റെയോ സർക്കാരുകളുടെയോ വിധിയുടെയോ ദയയിലല്ല. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഭാവനയുടെ ദയയിലാണ്. എന്നാൽ നിങ്ങളത് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ദയയിലല്ല, നിങ്ങൾ നിയന്ത്രണത്തിലാണ്. ഇതാണ് കൺമുന്നിൽ മറഞ്ഞിരിക്കുന്ന വലിയ രഹസ്യം. നിങ്ങൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്യണം, കൂടുതൽ ബന്ധങ്ങൾ സ്ഥാപിക്കണം, പാടുപെടണം, മത്സരിക്കണമെന്ന് ലോകം നിങ്ങളോട് പറയും. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഭാവനയിൽ വേരൂന്നിയില്ലെങ്കിൽ അതെല്ലാം വ്യർത്ഥമാണ്. നിങ്ങൾക്ക് ലോകം നേടുകയും നിങ്ങളുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുകയും ചെയ്യാം. എന്നാൽ നിങ്ങളുടെ ഭാവന നിങ്ങൾ നേടുകയാണെങ്കിൽ പാടുപെടാതെ ലോകം നിങ്ങളുടേതാകും. അതിനാൽ ഇന്ന് നിങ്ങൾ സമ്പത്തോ തെളിവോ ഇല്ലാതെ ഒരു ചെറിയ മുറിയിലിരിക്കുകയാണെങ്കിൽ നിരാശപ്പെടരുത്. തുടങ്ങാൻ പറ്റിയ ഏറ്റവും മികച്ച സ്ഥലമാണത്. കാരണം തിളങ്ങുന്ന വസ്തുക്കൾ കൊണ്ട് ലോകത്തിന് നിങ്ങളെ ശ്രദ്ധ മാറ്റാൻ കഴിയില്ല. കണ്ണുകൾ അടച്ച് ഉള്ളിലേക്ക് പോകുക. മുറി മാറാൻ തുടങ്ങുന്നത് അനുഭവിക്കുക.
ആഡംബരമുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ സ്വയം കാണുക. ആഡംബരത്തിന്റെ ശബ്ദങ്ങൾ കേൾക്കുക. സമ്പത്തിന്റെ സുഗന്ധം ശ്വസിക്കുക. ഭാവനയിലെ അനുഭവം നിങ്ങളുടെ കണ്ണുകൾക്ക് മുൻപിലുള്ള അനുഭവത്തേക്കാൾ യഥാർത്ഥമാകാൻ അനുവദിക്കുക. നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആന്തരിക അവസ്ഥ മാറും. ആന്തരിക അവസ്ഥ മാറുമ്പോൾ ബാഹ്യമായത് അതിനെ പിന്തുടരണം. നിങ്ങൾ വ്യത്യസ്തമായി നടക്കാൻ തുടങ്ങാം. നിങ്ങൾ കൂടുതൽ ആത്മവിശ്വാസത്തോടെ സംസാരിക്കാം. ഒരു കാരണവുമില്ലാതെ നിങ്ങൾ പുഞ്ചിരിക്കാം. ഇതൊരു മിഥ്യാബോധമല്ല, ഇത് സൃഷ്ടിയാണ്. നിങ്ങൾ സമ്പന്നനായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പ്രതീക്ഷിച്ച പഴയ രൂപം ഉപേക്ഷിച്ച് അറിവുള്ള പുതിയ രൂപമായി മാറുകയാണ്. ലോകത്തിനിത് മനസ്സിലായില്ലായിരിക്കാം, പക്ഷേ അത് ആവശ്യമില്ല. അത് പ്രതികരിക്കേണ്ടതുണ്ട്. ലക്ഷ്യം ഇതിനകം സ്വന്തമാക്കി എന്ന് സ്വയം തോന്നുന്നവനോട് അത് എപ്പോഴും പ്രതികരിക്കുന്നു. ദിവസത്തിലെ ശാന്തമായ നിമിഷങ്ങളിൽ ഇത് പൂർത്തിയായി എന്ന് സ്വയം ഓർമ്മിപ്പിക്കുക. അത് പൂർത്തിയാകുമെന്ന് പറയരുത്, മറിച്ച് അത് പൂർത്തിയായി എന്ന് പറയുക. ആ മില്യൺ ഇപ്പോൾ നിങ്ങളുടേതാണ്. നിങ്ങൾ ഇതിനകം അതിൽ നിന്ന് ജീവിക്കുകയാണ്. നിങ്ങൾ ഇതിനകം അത് സ്വീകരിക്കുകയാണ്. നിങ്ങൾ ഇതിനകം അത് ആസ്വദിക്കുകയാണ്. ഇത് നിങ്ങളുടെ പുതിയ ആന്തരിക സംഭാഷണമാകട്ടെ. ഇത് നിങ്ങളുടെ ആത്മാവിൽ ഒരു പാട്ടുപോലെ ആവർത്തിക്കട്ടെ. പുറത്തേക്ക് നോക്കി നിങ്ങളുടെ പുരോഗതി അളക്കാൻ നിങ്ങൾക്ക് പ്രലോഭനമുണ്ടാകും, പക്ഷേ അതിനെ ചെറുക്കുക. വിശ്വാസം പുറംകാഴ്ചകളെ ആശ്രയിക്കില്ല. വിശ്വാസം സ്ഥിരമായി തുടരുന്നു. വിശ്വാസം സ്ഥിരമായിരിക്കുമ്പോൾ യാഥാർത്ഥ്യം വളയുന്നു. ലോകം നിങ്ങൾക്ക് സംഭവിക്കുകയല്ല, നിങ്ങൾ ലോകത്തിന് സംഭവിക്കുകയാണ്. നിങ്ങൾ ഭാവന ചെയ്യുന്നതിനനുസരിച്ച്, നിങ്ങൾ സങ്കൽപ്പിക്കുന്നതിനനുസരിച്ച്, നിങ്ങൾ ഉറച്ചുനിൽക്കുന്നതിനനുസരിച്ച് ലോകം സ്വയം പുനരൂപീകരിക്കുന്നു. ആദ്യമത് സാവധാനമായി തോന്നിയേക്കാം, പക്ഷേ അത് പഴയ സങ്കല്പങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നതുകൊണ്ടാണ്. ക്ഷമയോടെയിരിക്കുക, ധൈര്യശാലിയായിരിക്കുക, സ്ഥിരതയോടെയിരിക്കുക. ഇതൊരു മാജിക്കല്ല. അറിവില്ലാത്തവർക്ക് അങ്ങനെ തോന്നിയേക്കാം. ഇത് നിയമമാണ്, ദൈവിക നിയമം, മാറ്റമില്ലാത്തതും കൃത്യവും തികച്ചും അനുസരണയുള്ളതും. സമ്പത്ത് എവിടെയോ പുറത്ത് ഒളിഞ്ഞിരിക്കുകയല്ല. ഒരു ഭാഗ്യത്തിന്റെ വരവിനായി കാത്ത് ഒരു നിലവറയിൽ ഒളിഞ്ഞിരിക്കുകയല്ല. അതിവിടെ ഇപ്പോഴുണ്ട്. നിങ്ങളതിന്റെ ഫ്രീക്വൻസിയിലേക്ക് ഉയരാൻ കാത്തിരിക്കുന്നു. ആ ഫ്രീക്വൻസി വിശ്വാസമാണ്. ആ ഫ്രീക്വൻസി സങ്കല്പമാണ്. ആ ഫ്രീക്വൻസി ഇപ്പോൾ തന്നെയായിരിക്കുന്നതിന്റെ വികാരമാണ്. അതിനാൽ നിങ്ങൾ സ്വയം ചോദിക്കുക, എനിക്കെന്താണ് വേണ്ടത് എന്നല്ല, മറിച്ച് അത് ഇതിനകമുണ്ടായിരിക്കാൻ ഞാൻ ആരായിരിക്കണം. എന്നിട്ട് ആ വ്യക്തിയായി മാറുക. അവരെപ്പോലെ സംസാരിക്കുക, അവരെപ്പോലെ ചിന്തിക്കുക, അവരെപ്പോലെ നടക്കുക. സംശയം മനസ്സിലേക്ക് കടന്നുവരുന്നതായി നിങ്ങൾക്ക് തോന്നിയാൽ അതിനോട് മല്ലിടരുത്. ആ അവസ്ഥയിലേക്ക് മടങ്ങുക. ആഗ്രഹം സഫലമായതിന്റെ രംഗം വീണ്ടും കളിക്കാൻ അനുവദിക്കുക. സഫലമായ അവസ്ഥയുടെ വികാരം തിരികെ വരട്ടെ. നിങ്ങൾ അതിനോട് പോരാടുന്നതിലൂടെ സംശയത്തെ നശിപ്പിക്കുന്നില്ല. ആഗ്രഹം സഫലമായതിന്റെ സങ്കല്പത്തിൽ ആനന്ദിക്കുന്നതിലൂടെ നിങ്ങൾ അതിനെ ഇല്ലാതാക്കുന്നു. എല്ലാ ശക്തിയും ഇപ്പോഴത്തെ സങ്കല്പത്തിലാണ്, നാളെയല്ല, അടുത്ത ആഴ്ചയല്ല. ഇപ്പോൾ ഇതാണ് നിങ്ങളുടെ ശക്തി. ഇതാണ് നിങ്ങളുടെ നിമിഷം. ഈ നിമിഷത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോടീശ്വരനാണ് എന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാം. നിങ്ങൾ ആ സങ്കല്പത്തോട് വിശ്വസ്തനായി തുടരുകയാണെങ്കിൽ ലോകമത് നിങ്ങൾക്ക് കാണിച്ചേ പറ്റൂ. അതങ്ങനെ ചെയ്യണം, കാരണം ഭാവന യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നു. ഭാവന എപ്പോഴും ഇപ്പോഴാണ്. അതിനാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം ഭാവന ചെയ്യാനും അതിൽ നിന്ന് യാതൊരു മടിയും സംശയവും താമസമില്ലാതെ ജീവിക്കാനും നിങ്ങൾ ധൈര്യപ്പെടുമോ? നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ മറിച്ചായി പറയുമ്പോഴും നിങ്ങൾ ഉറച്ചുനിൽക്കുമോ? ലോകം യാതൊരു സ്ഥിരീകരണവും നൽകാത്തപ്പോഴും നിങ്ങൾ തുടരുമോ? അങ്ങനെയാണെങ്കിൽ ഒടുവിൽ ലോകം അതിനനുസരിച്ച് മാറും. ഈ പ്രവർത്തനം നടക്കുന്ന നിശബ്ദതയെ നിങ്ങൾ വിലകുറച്ച് കാണരുത്. നിങ്ങളിത് ഉച്ചത്തിൽ സംസാരിച്ചെന്നു വരില്ല, നിങ്ങൾ ആരോടും പറഞ്ഞെന്നു വരില്ല. എന്നിട്ടും ബോധത്തിന്റെ രഹസ്യസ്ഥലത്ത് നിങ്ങളുടെ അനുഭവത്തിന്റെ സ്വഭാവം നിങ്ങൾ മാറ്റിയെഴുതുകയാണ്. ഓരോ സങ്കല്പവും അതിന്റേതായ ജീവിതശൈലി, അതിന്റേതായ സംഭവങ്ങളുടെ ഗുണമേന്മ, അതിന്റേതായ സ്വരം എന്നിവ വഹിക്കുന്നു. നിങ്ങൾ സമ്പന്നനാണെന്ന് സങ്കല്പിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള ലോകം ആ സമ്പത്തിനനുസരിച്ച് സ്വയം സംഘടിപ്പിക്കാൻ തുടങ്ങുന്നു. അത് ആ വൈബ്രേഷനുമായി പൊരുത്തപ്പെടുന്ന ആളുകളെ നിങ്ങളുടെ അടുത്തേക്ക് ആകർഷിക്കുന്നു. ദാരിദ്ര്യത്തിൽ വിശ്വസിച്ച മനുഷ്യന്റെ കണ്ണുകൾക്ക് മറഞ്ഞിരുന്ന വഴികൾ അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്നു. സമ്പന്നനെന്ന് സങ്കല്പിക്കുന്നവന് വഴി പ്രത്യക്ഷപ്പെടുന്നു. ഇപ്പോൾ ആന്തരിക സംസാരത്തെ അച്ചടക്കമുള്ളതാക്കാൻ സമയമായി. നിങ്ങൾക്ക് കുറവ് സംസാരിക്കാനും സമൃദ്ധിയിൽ ജീവിക്കാനും കഴിയില്ല. ബില്ലുകളെക്കുറിച്ച് പിറുപിറുക്കാനും സ്വാതന്ത്ര്യം പ്രതീക്ഷിക്കാനും കഴിയില്ല. നിയമത്തെ പരിഹസിക്കുന്നില്ല. നിങ്ങൾ ഉള്ളിൽ നിരന്തരം സ്ഥിരീകരിക്കുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്ക് നൽകുന്നു. അതിനാൽ നിങ്ങളുടെ ആന്തരിക സംഭാഷണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം പ്രതിഫലിപ്പിക്കാൻ പരിശീലിപ്പിക്കുക. നിങ്ങൾ ഇതിനകം ധനികനാണെന്ന മട്ടിൽ ഉള്ളിൽ സംസാരിക്കുക. എനിക്ക് എല്ലായ്പ്പോഴും ആവശ്യത്തിലധികമുണ്ട് എന്ന് പറയുക. പണം എനിക്ക് അനന്തമായ വഴികളിലൂടെ ഒഴുകിയെത്തുന്നു എന്ന് പറയുക. ഞാൻ തൊടുന്നതെല്ലാം അഭിവൃദ്ധി പ്രാപിക്കുന്നു എന്ന് പറയുക. ഒരു തത്തയെപ്പോലെ ഈ കാര്യങ്ങൾ പറയരുത്. ബോധ്യത്തോടെ, വികാരത്തോടെ പറയുക. അവ നിങ്ങളെ സ്വാധീനിക്കുന്നതുവരെ, അവ മാത്രമാണ് സത്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്നതുവരെ. നിങ്ങൾ ഇടയ്ക്കിടെ അനുഭവിക്കുന്ന കാര്യങ്ങളല്ല നിങ്ങൾ പ്രകടിപ്പിക്കുന്നത്. നിങ്ങൾ നിരന്തരം സങ്കൽപ്പിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ പ്രകടിപ്പിക്കുന്നത്. അതിനാൽ സങ്കൽപ്പിച്ചുകൊണ്ടിരിക്കുക. ആ വികാരത്തിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുക. ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കാനോ ദിവസങ്ങൾ എണ്ണാനോ നിങ്ങൾക്ക് പ്രലോഭനം തോന്നുമ്പോൾ അതെല്ലാം പഴയ മനുഷ്യന്റേതാണെന്ന് ഓർക്കുക. പുതിയ മനുഷ്യൻ വിശ്വാസത്താൽ നടക്കുന്നു. അത് ഇതിനകം പൂർത്തിയായെന്നറിഞ്ഞുകൊണ്ട് പുതിയ മനുഷ്യൻ പുഞ്ചിരിക്കുന്നു. ഇത് ഇന്ദ്രിയങ്ങളെ നിഷേധിക്കലല്ല,
ഇത് ഇന്ദ്രിയങ്ങളെ പുനഃസൃഷ്ടിക്കുന്നതാണ്. കാരണം നിങ്ങളുടെ പഴയ വിശ്വാസങ്ങളാൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഇന്ദ്രിയങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾ വേരുമാറ്റുകയാണെങ്കിൽ ഫലം മാറണം. പുറംകാര്യം ഒരിക്കലും കാരണമല്ല, അത് എപ്പോഴും ഫലമാണ്. നിങ്ങളുടെ ഭാവനയിൽ സന്തോഷിക്കാൻ തുടങ്ങുക. അതിനെ ഒരു കളിസ്ഥലമാക്കുക. അതിനെ ഒരു ജോലിയായി കാണരുത്. അത് നിങ്ങളുടെ ഒളിയിടം, നിങ്ങളുടെ അഭയസ്ഥാനമായിരിക്കട്ടെ. അതിന്റെ ആവേശം അനുഭവിക്കുക. അത് നിങ്ങളെ അത്ഭുതപ്പെടുത്താൻ അനുവദിക്കുക. ആഡംബരത്തിൽ മുങ്ങിയ ഭാവനയിലെ മുറികളിലേക്ക് നടക്കുക. നിങ്ങളുടെ വിജയം അഭിനന്ദിക്കുന്നവരുടെ പ്രശംസ കേൾക്കുക. നിങ്ങൾ അനുഗ്രഹിച്ചവരുടെ നന്ദി സ്വീകരിക്കുക. കഷ്ടപ്പാടോടെയല്ല, സന്തോഷത്തോടെ ആ രംഗങ്ങൾ ഒഴുകട്ടെ. പഴയ ലോകത്തിന്റെ പീട്ടി അയക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ അതിനോട് പോരാടുന്നില്ല. നിങ്ങൾ അതിനേക്കാൾ വളരുന്നു. സന്തോഷകരമായ സങ്കല്പത്തിലൂടെ നിങ്ങൾ അതിനപ്പുറം പോകുന്നു. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. അവർ അവരുടേതായ സ്വപ്നത്തിലാണ് ജീവിക്കുന്നത്. അവർക്ക് ഇഷ്ടമുള്ളത് സങ്കൽപ്പിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ നിങ്ങൾ അവരെ അംഗീകരിക്കാത്ത പക്ഷം അവരുടെ സങ്കല്പങ്ങൾ നിങ്ങളുടെ ലോകത്തെ ബാധിക്കില്ല. നിങ്ങൾ മനസ്സിനോട് ക്രൂരനാകണം. അത് ഭയത്തിന്റെയോ പരിമിതിയുടെയോ ചിന്തകൾ നൽകിയാൽ അത് എന്റെ സത്യമല്ല എന്ന് നിങ്ങൾ പറയണം. നിങ്ങൾ തിരഞ്ഞെടുത്ത സത്യത്തിലേക്ക് മടങ്ങുക. ഞാൻ ധനികനാണ്, ഞാൻ സ്വതന്ത്രനാണ്, ഞാൻ സമൃദ്ധനാണ്. ഇപ്പോൾ നിങ്ങളത് പറയണം. അത് യാന്ത്രികമാകുന്നതുവരെ, അത് നിങ്ങളുടെ സ്വഭാവമാകുന്നതുവരെ അത് അനുഭവിക്കുക. സംഭവിക്കുന്ന ശാന്തമായ മാറ്റം ശ്രദ്ധിക്കുക. നിങ്ങൾ അവസരങ്ങളെക്കുറിച്ചുള്ള സംഭാഷണങ്ങൾ ആകർഷിക്കാൻ തുടങ്ങും. ഒരിക്കൽ അടച്ചിരുന്ന വാതിലുകൾ തുറക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് പെട്ടെന്നുള്ള സമ്മാനങ്ങൾ, റീഫണ്ടുകൾ, വരുമാന വർധനവ് എന്നിവയും ലഭിച്ചേക്കാം. അവയെ യാദൃച്ഛികതകൾ എന്ന് വിളിക്കരുത്. അവ നിങ്ങളുടെ ആന്തരിക മാറ്റത്തിന്റെ പ്രതിഫലനങ്ങളാണ്. നിങ്ങൾ ഉള്ളിൽ വരച്ച ചിത്രം ലോകം പ്രതിഫലിക്കണം. അതിനെ എതിർക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ സങ്കൽപ്പിച്ച യാഥാർത്ഥ്യത്തെ പ്രതിധ്വനിക്കുകയല്ലാതെ അതിന് മറ്റു വഴികളില്ല. ഓരോ ദിവസവും അതെവിടെയാണ് എന്ന് ചോദിക്കരുത്. പകരം അതിപ്പോൾ ഇവിടെയുണ്ട് എന്ന് പറയുക. എന്നിട്ടതങ്ങനെയാണെന്ന മട്ടിൽ പ്രവർത്തിക്കുക. ചെറിയ കാര്യങ്ങളിൽ പോലും നിങ്ങൾ എങ്ങനെ വസ്ത്രം ധരിക്കുന്നു, എങ്ങനെ സ്വയം മുന്നോട്ടു പോകുന്നു, എങ്ങനെ നൽകുന്നു എന്നതൊക്കെ. പുറം ലോകത്തൊരു കോടീശ്വരൻ ചെയ്യുന്നത് നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ അയാൾക്ക് തോന്നുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. അയാൾ ഭാവന ചെയ്യുന്നത് നിങ്ങൾക്ക് ഭാവന ചെയ്യാൻ കഴിയും. അയാൾ ചിന്തിക്കുന്നതുപോലെ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയും. അതാണ് ഫലം കൊണ്ടുവരുന്ന വിത്ത്. എല്ലാ കാര്യങ്ങളും ഇതിനകം നിലവിലുണ്ടെന്ന സത്യത്തിൽ നിങ്ങളുടെ മനസ്സ് മുഴുകട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന $10,00,000 ഇതിനകം നിലവിലുണ്ട്. അത് സൃഷ്ടിക്കപ്പെടുകയല്ല. അത് അദൃശ്യമായ ലോകത്ത് ഇതിനകം പൂർത്തിയായി. നിങ്ങൾ അതിനോട് യോജിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ആ യോജിപ്പ് കഠിനാധ്വാനത്തെക്കുറിച്ചോ ധാർമ്മിക മൂല്യത്തെക്കുറിച്ചോ അല്ല. അത് അവസ്ഥയെക്കുറിച്ചാണ്. അവസ്ഥയാണ് എല്ലാം. നിങ്ങളെല്ലാമുള്ള മനുഷ്യന്റെ അവസ്ഥയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ അവസ്ഥയ്ക്ക് ആവശ്യമായതെല്ലാം നിങ്ങളുടെ അടുത്തേക്ക് വഴി കണ്ടെത്തും. അതിനാൽ വിശദാംശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കരുത്. വെറും ഉള്ളതിനെക്കുറിച്ച് മാത്രം ശ്രദ്ധിക്കുക. നിങ്ങൾ ഇതിനകമുള്ള വ്യക്തിയായി സ്വയം മാറാൻ അനുവദിക്കുക. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പ്രതിരോധം തോന്നിയാൽ മാറ്റിയെഴുതൽ ഉപയോഗിക്കുക. നിങ്ങളെ വിഷമിപ്പിച്ച രംഗം ഒരു നിമിഷമെടുത്ത് മാറ്റിയെഴുതുക. ആരെങ്കിലും നിങ്ങളുടെ ഓഫർ നിരസിച്ചോ? ഭാവനയിൽ അവർ അത് അംഗീകരിക്കാൻ അനുവദിക്കുക. നിങ്ങൾക്ക് ഒരു അപ്രതീക്ഷിത ചെലവ് ലഭിച്ചോ? ഭാവനയിൽ അതിനെ ലഭിച്ച ഒരു ചെക്കായി മാറ്റുക. മാറ്റിയെഴുതൽ ഒരു ഭാവനയായിട്ടല്ല, ഒരു തിരുത്തലായിട്ടാണ് ഉപയോഗിക്കേണ്ടത്. നിങ്ങളുടെ ലോകത്തിന്റെ രചയിതാവ് നിങ്ങളാണ്. ലോകം നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾ അംഗീകരിക്കേണ്ടതില്ല. നിങ്ങൾക്കിഷ്ടമുള്ളപ്പോൾ അത് മാറ്റിയെഴുതാം. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ലോകം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായ രംഗങ്ങൾ നൽകാൻ തുടങ്ങും. ഭാവന ജീവിതത്തിന് രണ്ടാമതുള്ളതല്ല, അത് ജീവിതം തന്നെയാണ്. അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ അനുഭവത്തിലേക്ക് സ്വയം ഭാവന ചെയ്തു. ഇപ്പോൾ നിങ്ങൾ സമ്പത്തിലേക്ക് നിങ്ങളുടെ വഴി ഭാവന ചെയ്യും. നിങ്ങൾ ഇനി യാചിക്കുകയോ അപേക്ഷിക്കുകയോ പാടുപെടുകയോ ചെയ്യില്ല. നിങ്ങൾ സങ്കൽപ്പിക്കുകയും അനുവദിക്കുകയും ചെയ്യും. അതാണ് യജമാനന്റെ വഴി. അതാണ് ഉണർന്നവന്റെ വഴി. നിങ്ങൾ കഷ്ടപ്പെടാൻ ഇവിടെയല്ല, നിങ്ങൾ സൃഷ്ടിക്കാൻ ഇവിടെയാണ്. നിങ്ങൾ സൃഷ്ടിക്കുന്നത് കഠിനാധ്വാനം കൊണ്ടല്ല, വികാരം കൊണ്ടാണ്. ഈ ദിവസങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ടു പോകുമ്പോൾ നിങ്ങൾ എന്താണ് ഭാവന ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുക. മനസ്സിനെ ലക്ഷ്യമില്ലാതെ അലയാൻ അനുവദിക്കരുത്. നിങ്ങളുടെ തിരഞ്ഞെടുത്ത അന്തിമഫലത്തിലേക്ക് അതിനെ സൗമ്യമായി സ്ഥിരമായി നയിക്കുക. നിങ്ങൾ കാറ്റിലെ ഒരു ഇലയല്ല, നിങ്ങൾ കാറ്റ് തന്നെയാണ്. നിങ്ങൾ ഊതുന്നതെന്തും രൂപം പ്രാപിക്കും. അതിനാൽ ആ കാറ്റിനെ വിവേകത്തോടെ നയിക്കുക, സ്നേഹത്തോടെ നയിക്കുക. സമ്പത്തിലേക്കായി അതിനെ നയിക്കുക. അത്യാഗ്രഹം കൊണ്ടല്ല, മറിച്ച് സ്വാതന്ത്ര്യം, സന്തോഷം, സംഭാവന എന്നിവയ്ക്കായി. ഉള്ളിലത് എത്രത്തോളം യഥാർത്ഥമായി തോന്നുന്നുവോ അത്രയും വേഗത്തിൽ അത് പുറത്തു പ്രത്യക്ഷപ്പെടും. അതിനാൽ ഇപ്പോൾ അതിനെ യഥാർത്ഥമാക്കുക. കണ്ണുകൾ അടച്ച് ആ രംഗത്തിലേക്ക് കടക്കുക.